എന്റെ മുറി വലുതും നല്ലതുപോലെ കാറ്റ് കിട്ടുന്നതുമാണ്. നിലത്ത് ഒരു പായ ഉണ്ട്. എന്റെ മുറിയിലെ ചുവരുകൾക്ക് വെള്ള നിറമാണ്. എന്റെ കിടക്കയിൽ 2 തലയണയുണ്ട്. എന്റെ കബോർഡിൽ 2 മിററുകളുണ്ട്. മിററുകൾ എന്ന് പറഞ്ഞാൽ കണ്ണാടി. എന്റെ അലമാര വളരെ വലുതാണ്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാലോ? നോക്കി നോക്കാം അല്ലേ? എന്റെ മുറി വലുതും നല്ലതുപോലെ കാറ്റ് കിട്ടുന്നതുമാണ്. മൈ റൂം ഈസ് ബിഗ് ആൻഡ് എയറി. എന്താണ് മൈ റൂം ഈസ് ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്, എയറി എന്ന് പറഞ്ഞാൽ കാറ്റ് കിട്ടുന്നത്. മൈ റൂം ഈസ് ബിഗ് ആൻഡ് എയറി. എന്റെ മുറി വലുതും നല്ലതുപോലെ കാറ്റ് കിട്ടുന്നതുമാണ്. നിലത്ത് ഒരു പായ ഉണ്ട്. എന്താണ്? നിലത്ത് ഒരു പായ ഉണ്ട്. There is a rug. എന്താണ്? There is a rug. എന്താണ് rug എന്ന് പറഞ്ഞാൽ എന്താണ്? പായ. On the floor. എന്താണ്? നിലത്ത്. On the floor എന്ന് പറഞ്ഞാൽ എന്താണ്? നിലത്ത്. There is a rug on the floor. എന്റെ മുറിയിലെ ചുവരുകൾക്ക് വെള്ള നിറമാണ്. എന്റെ മുറിയിലെ ചുവരുകൾക്ക് വെള്ള നിറമാണ്. മൈ റൂംസ്. എന്റെ മുറിയിലെ നോക്കി നോക്കൂ. എന്റെ മുറിയിലെ മൈ റൂംസ് വാൾസ് ആർ വൈറ്റ്. എന്താണ്? മൈ റൂംസ് വാൾസ് ആർ വൈറ്റ്. എന്റെ കിടക്കയിൽ 2 തലയണയുണ്ട്. There are 2 pillows on my bed. എന്താണ്? There are 2 pillows on my bed. എന്റെ കബോർഡിൽ 2 മിററുകൾ ഉണ്ട്. എന്റെ കബോർഡിൽ എന്താണ്? 2 കണ്ണാടികളുണ്ട്. There are 2 mirrors on my cupboard. There are 2 mirrors on my cupboard. എന്റെ അലമാര വളരെ വലുതാണ്. My cupboard is very big. എന്താണ്? My cupboard is very big. കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നും കൂടെ നോക്കി നോക്കേ അല്ലേ? എന്റെ മുറി വലുതും നല്ലതുപോലെ കാറ്റ് കിട്ടുന്നതുമാണ്. My room is big and airy. നിലത്ത് ഒരു പായ ഉണ്ട്. There is a rug on the floor. എന്റെ മുറിയിലെ ചുവരുകൾക്ക് വെള്ള നിറമാണ്. My rooms walls are white. എന്റെ കിടക്കയിൽ 2 തലയണയുണ്ട്. There are 2 pillows. There are 2 pillows. Pillows എന്ന് പറഞ്ഞാൽ എന്താണ്? തലയണ. On my bed. എന്റെ കബോർഡിൽ 2 മിററുകളുണ്ട്. There are 2 mirrors on my cupboard. There are 2 mirrors on my cupboard. എന്റെ അലമാര വളരെ വലുതാണ്. My cupboard is very big. My cupboard is very big. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ നമുക്ക് ഇനി 3-4 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലേ? എന്റെ മേശപ്പുറത്ത് ഒരു വിളക്കുണ്ട്. എന്റെ ചുവരിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. ഞാൻ ദിവസവും ക്ഷേത്രത്തിൽ പോകും. ഞാൻ സിനിമാ തിയേറ്ററിൽ സിനിമ കാണും. അവൾ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത്. അവൾ എയർപോർട്ടിലാണ്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ അനവധി തവണ ഉപയോഗിക്കാറുണ്ടല്ലോ. വളരെ സിമ്പിൾ ആയി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് നോക്കി നോക്കാം അല്ലേ? എന്റെ മേശപ്പുറത്ത് ഒരു വിളക്കുണ്ട്. There is a lamp on my table. എന്താണ്? There is a lamp. എന്താണ്? ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളക്ക്. On my table. എന്റെ മേശപ്പുറത്ത്. എന്റെ ചുവരിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. ചുവർ എന്താ പറയാ? wall. There is a painting on my wall. There is a painting on my wall. ഞാൻ ദിവസവും ക്ഷേത്രത്തിൽ പോകും. I go to the temple every day. I go to the temple every day. ഞാൻ സിനിമാ തിയേറ്ററിൽ സിനിമ കാണും. I watch movies at a movie theater. I watch movies at a movie theater. അവൾ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത്. She lives next to the park. She lives next to the park. അവൾ എയർപോർട്ടിലാണ്. അവൾ എയർപോർട്ടിലാണ്. She is at the airport. She is at the airport. കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നും കൂടെ നോക്കി നോക്കാം അല്ലേ? എന്റെ മേശപ്പുറത്ത് ഒരു വിളക്ക് ഉണ്ട്. There is a lamp on my table. എന്റെ ചുവരിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. There is a painting on my wall. ഞാൻ ദിവസവും ക്ഷേത്രത്തിൽ പോകും. I go to the temple every day. ഞാൻ സിനിമാ തിയേറ്ററിൽ സിനിമ കാണും. I watch movies
അറ്റ് എ മൂവി തിയേറ്റർ. അവൾ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഷീ ലീവ്സ് നെക്സ്റ്റ് ടു ദ പാർക്ക്. അവൾ എയർപോർട്ടിൽ ആണ്. ഷീ ഈസ് അറ്റ് ദ എയർപോർട്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആക്കാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്ക് 3-4 എക്സാംസ് നോക്കി നോക്കാം അല്ലേ? നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ? വിമാനത്താവളം എന്റെ വീടിന്റെ പുറകിലാണ്. ഞാൻ വീട്ടിൽ അല്ല. ക്ഷേത്രം എവിടെയാണ്? മാൾ എവിടെയാണ്? നിങ്ങളുടെ വീടിന്റെ അടുത്ത് മാളുണ്ടോ? കണ്ടത് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാലോ? നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ? ആർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്? എന്താണ് ആർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്? വിമാനത്താവളം എന്റെ വീടിന്റെ പുറകിലാണ്. ദ എയർപോർട്ട് ഈസ് ബിഹൈൻഡ് മൈ ഹൗസ്. ദ എയർപോർട്ട് ഈസ് ബിഹൈൻഡ് മൈ ഹൗസ്. ഞാൻ വീട്ടിൽ അല്ല. ഐ ആം നോട്ട് അറ്റ് ഹോം. ക്ഷേത്രം എവിടെയാണ്? വേർ ഈസ് ദ ടെമ്പിൾ? മാൾ എവിടെയാണ്? വേർ ഈസ് ദ മാൾ? നിങ്ങളുടെ വീടിന്റെ അടുത്ത് മാൾ ഉണ്ടോ? ഈസ് there a mall next to your house? കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ? ആർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്? നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ? ദ എയർപോർട്ട് ഈസ് ബിഹൈൻഡ് മൈ ഹൗസ്. ദ എയർപോർട്ട് ഈസ് ബിഹൈൻഡ് മൈ ഹൗസ്. വിമാനത്താവളം എന്റെ വീടിന്റെ പുറകിലാണ്. ഐ ആം നോട്ട് അറ്റ് ഹോം. ഞാൻ വീട്ടിലല്ല. വേർ ഈസ് ദ ടെമ്പിൾ? ക്ഷേത്രം എവിടെയാണ്? വേർ ഈസ് ദ മാൾ? മാൾ എവിടെയാണ്? ഈസ് there a mall next to your house? നിങ്ങളുടെ വീടിന്റെ അടുത്ത് മാൾ ഉണ്ടോ? കാരണം വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. നമുക്കൊക്കെ വളരെ കോൺഫിഡൻസോട് കൂടി, ആത്മവിശ്വാസത്തോട് കൂടി, പ്രതീക്ഷയോട് കൂടി, എന്താ പറയാ, ധൈര്യത്തോട് കൂടി, കറേജോട് കൂടി നമുക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.